എങ്കിൽ ഇപ്പോൾ അച്ഛാദിന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കൂ. മകളെ ഒരു കാര്യം പറയാം, കറുത്ത മുടി പിഴുകരുത്. വെള്ളം മുടി നരച്ച മുടി മാത്രമേ എടുക്കാവൂ. ഈ മുടിയൊക്കെ എടുത്താൽ എനിക്ക് എത്ര രൂപ വരും? ഒരു മുടി എടുത്താ 1 രൂപ വെച്ച് തരും ഒരു മുടിക്ക്. 1 രൂപയെ? ഓ കുറവാണ്. കുഴപ്പമില്ല. ചിത്രത്തിൽ നിങ്ങൾ വേണ്ടാ പൈസക്കെന്നും പറഞ്ഞു കറുത്ത മുടിയും കൂടെ പിഴുതിട്ടാ നീ അത് വെള്ളമാണെന്ന് പറയല്ലേ. ഞാൻ കാണിച്ചു തരാൻ പോരെ. ഒരു ചായ ഒഴിച്ചിട്ട് എത്രയോ സമയം നിന്റെ അമ്മ എന്തെടുക്കണടി അവിടെ. ചിത്രത്തിൽ നിങ്ങൾ സോറി തക്കളി എന്തിനെല്ലാം കൂടെ മുടി മുഴുവനോടെ കൂട്ടത്തോടെ പിടിക്കണ. അത് കൂട്ടത്തില് കുറെ വെള്ളം നീ നോക്കി വെള്ളം മുടി ഉണ്ടെങ്കിൽ പിഴുതാ മതി, ഇല്ലെങ്കിൽ പിഴണ്ട. 5-10 രൂപ ആണെങ്കിൽ ഞാൻ തരാം. മുടിയെ വലിച്ച് പിഴുത. ആ പാടെ 4 മുടിയുണ്ട്. 10 രൂപ ഒരു മുടിക്ക്. ഒരു ചായ ചോദിച്ചിട്ട് തങ്കം അമ്മ എന്താ ചായ ചോദിച്ചിട്ട് എത്ര സമയമായിടി? ഞാനിവിടെ ഒരു പണിയിൽ ഇങ്ങോട്ട് വാക്കിലിട്ട് എത്ര നേരായി. നിനക്ക് ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നാ കുഴപ്പം? മല മറിക്കും പോലെയാണോ അവളെ വിചാരം? നിങ്ങൾ എഴുന്നേക്കണില്ലേ ഇന്ന്? എന്തോ നിനക്കൊരു ചായ ഇവിടെ കൊണ്ട് തന്ന എന്താ? ഞാൻ നിന്റെ കെട്ടിയോ തന്നെ ആണാ? പൂത്ത് പുഷ്പിച്ച് അങ്ങോട്ട് കിടന്നോ? ആ ഒരടി എഴുന്നേക്കരുത്. അവിടെ വരെ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെരുപ്പ് തേഞ്ഞു പോവോ? അത് ചെരുപ്പ് തേയും. ആ തേയണോണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. നിന്റെ കാല് തേഞ്ഞൊന്നും പോകില്ലല്ലോ ഇങ്ങോട്ട് വന്നാ. ക്ലീറ്റു എനിക്ക് അവിടെ പണിയിട്ടുന്ന അടുക്കളയിലെ കാര്യം നിങ്ങൾ നോക്കോ? പിന്നെ തങ്കം വലിയ ആളാവരുത് നീ. അടുക്കള എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ എന്തോ മല മറിക്കണ പോലെയാണ് നിന്റെ പറച്ചില്. നീ ആ പടെ 3 പേർക്കല്ലേ ഭക്ഷണം ഉണ്ടാക്കണുള്ളൂ, അല്ലാതെ ഒരുപാട് പേർക്കൊന്നുമില്ലല്ലോ. സദ്യ ഒരുക്കണമൊന്നുമില്ലല്ലോ കല്യാണം. 3 പേർക്ക് ഉണ്ടാവണ ഭക്ഷണം ചോറ് എന്ന് പറയുമ്പോഴത്തേനും ചോറ് തന്നെ ഉണ്ടായി വരുമൊന്നുമില്ല. ഉണ്ടാക്കണം. രാവിലെ ഉണ്ടാക്കുന്ന കറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുഖം തെളിയില്ലല്ലോ. രാവിലെ ഉണ്ടാക്കണത് രാവിലെ തന്നെ വായി വെച്ച് തിന്നാൻ കൊള്ളില്ല. പിന്നെ അത് ഉച്ചയ്ക്ക് ഇവിടെ കഴിക്കണമെന്ന് പറഞ്ഞാൽ ഉപ്പുമാവ് ഉണ്ടാക്കിയ പറയുന്നത് ഉപ്പുമാവ് എന്ന് ചോദിക്കും. ഇഡലി ഉണ്ടാക്കുന്ന പറയുന്നത് ഇഡലി എന്ന് ചോദിക്കും. ഉള്ള കാര്യം തന്നെ പറയണത്. കഞ്ഞി കുടിക്കാൻ പറഞ്ഞ ഇവിടെ കേൾക്കോ? അല്ല ഞാൻ ചോദിച്ചോളൂ, നീ രാവിലെ 5 മണിക്ക് അടുക്കളയിൽ കയറും. അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ രാത്രി 12 മണി വരെ അടുക്കളയിൽ തന്നെ. എന്നാ പിന്നെ നീ പായ തലം എടുത്ത് അവിടെ കിടന്ന് ഉറങ്ങടി. ഇതിലും നല്ലത് അതാ. അവിടെ ഞാൻ ഒരു പണിയൊന്നും ഇല്ലാതെ വെറുതെ കസേരയിട്ട് ഇങ്ങനെ ഇരിക്കുക ക്ലീറ്റോ കാറ്റും കൊണ്ട്. ഈ ലോകത്ത് വേറെ ഒരു പെണ്ണുങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യണില്ല. ഞാൻ പറയാൻ മാത്രം ക്ലീറ്റോ അറിയാം. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വന്ന് നിൽക്കൂലേ ക്ലീറ്റോ? അതെ ഞാൻ ചോദിച്ചോട്ടെ, ഈ ലോകത്ത് എത്രയോ പെണ്ണുങ്ങൾ 8-10 മക്കളെ പറ്റി അവർ അടുക്കളയിൽ കയറി എല്ലാ ജോലിയും ചെയ്തിട്ട് ഈ സന്തോഷമായിട്ട് നിൽക്കണം. അവരുടെയൊക്കെ കെട്ടിയമാര് നല്ലതാ. അവർക്ക് മിക്സി ഉണ്ടാവും, വാഷിംഗ് മെഷീൻ ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും. എനിക്ക് ഇത് വല്ലതും ഉണ്ടാവും. അയ്യോ അരക്കണമെങ്കിൽ ഞാൻ അമ്മിക്കല്ലിട്ട് പാടുപെടണം. നിന്റെ അമ്മ എത്ര മിക്സിയിൽ അരച്ച് എത്ര വാഷിംഗ് മെഷീനിൽ തുണി കഴുകി? എന്റെ അച്ഛനെ നിങ്ങളെ പോലെ മണവും ഗുണവും ഇല്ലാത്ത മനുഷ്യനായിരുന്നില്ല. അയ്യോ അവിൽദാർ 24 മണിക്കൂർ അടുക്കളയിലായിരുന്നു. അവളെ വല്ലപ്പോഴും അതിർത്തിന്ന് ഇവിടെ വരും ഒരു 10 ദിവസത്തെ ലീവിന്. മതിയല്ലോ. ആ 10 ദിവസം എന്റെ അമ്മ സ്വർഗത്തിലാ ജീവിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. തന്നെ അതിപ്പം ബാക്കിയുള്ള ദിവസം അയാൾ അതിർത്തിയിൽ സ്വർഗത്തിൽ കിടക്കുമ്പോ ഇവിടെ വരുമ്പോ കുറച്ച് ദിവസം ഇത് സ്വർഗമായിട്ട് തോന്നും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ട? ചായ എടുത്താലും എനിക്ക് മനസ്സില്ല. എന്തോ അവിടെ വന്ന് വേണമെങ്കിൽ കുടിക്ക്. ഓ അത്ര വലിയ ഇതൊന്നും കാണിക്കരുത്. ഒരു ചായ ഇടണ വലിയ സംഭവം. അയ്യോ ക്ലീറ്റോ, ഒരു ചായ ഇടാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് ഒരു രസമുണ്ട് കേൾക്കാൻ. ഒരു ചായ ഇടണെന്ന് പറയുന്നത് ഭയങ്കര എന്തോ ഇന്റർനാഷണൽ സംഭവമല്ലേ നിങ്ങൾ ഇട്ടേക്കണത്? നീ എന്നെ ചായ ഇടാൻ പഠിപ്പിക്കല്ലേ തങ്ങ. ഞാൻ ചായ ഇട്ട പാലായിൽ വെച്ച് ഞാൻ എത്രയോ ദിവസം ചായ ചായ പാലായിൽ വെച്ച്. പിന്നെ നീ ചായ ഇടാ, നീ അതൊരു സംഭവമായിട്ട് കണ്ട് നീ വലിയ നിങ്ങളെ പോലെ ഇവിടെ ഇരിക്കാൻ എനിക്കും അറിയാം. ഞാനും പറയാം ഞാൻ ഇന്ന് പോലെ പണിയെടുക്കും. നീ ഇരിക്കണ്ടടി, കിടന്നോടി. എന്നാ ബെഡ്ഷീറ്റും കൂടെ മൂടി കൊടുക്ക്, കിടക്ക്. ഒരു ചായ ഇട്ട് കുടിക്കാൻ എനിക്കറിയാം. ചായ മാത്രമാക്കണ്ടടി, ചോറും കറി എല്ലാം ഞാൻ വെച്ച് കാണിച്ചു തരാം. അയ്യോ എന്റെ പൊന്ന സുഹൃത്തെ വേണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. വേണ്ട, അങ്ങനെ നിങ്ങളുടെ ഒരു ഔചാര്യം വേണ്ട. ഞങ്ങൾക്ക് കുറെ ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയും. ഒരു ഷെഫ് വന്നിരിക്കുന്നു. അടിക്ക് എന്ത് പറ്റും ഒന്നും അറിയാൻ പാടില്ല. ചായ ഇടണമെങ്കിൽ നമുക്ക് പോയി നോക്കാം. എത്ര പേരാ ഉള്ളത്? എത്ര പേരാ ഉള്ളത് ഇവിടെ? 3 പേർക്ക് 3 ഗ്ലാസ് വെള്ളം. അപ്പൊ പിന്നെ പാലോ? അപ്പൊ ഇപ്പൊ കൂടുതലല്ലേ? എന്താ കൂടുതൽ? ഹലോ 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 അതെ, 3 പേർക്ക് 3 ഗ്ലാസ് വെള്ളം വയ്ക്കുമ്പോൾ ഈ പാലും കൂടെ ചേർന്ന് വരുമ്പോൾ 1 ഗ്ലാസ് വെള്ളം തിളച്ച് ആവിയായിട്ട് മേളിൽ പോകും. നിങ്ങൾ എന്താ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? തിളച്ച് ആവി പോകാനായിട്ട് ഇത് എന്താണ് ഉണ്ടാക്കണേന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും കേട്ടാ. ദൈവം, ഈ പാത്രം കഴുകിയില്ലേ? കഴുകില്ല, അത് കഴുകി വെച്ചല്ലേ. ആര്? ഇന്നലെ കഴുകി വെച്ചല്ലേ. ഇന്നലെ കഴുകിയ പിന്നെ ഇന്ന് എടുക്കുമ്പോ കഴുകൂല. ഞാൻ ചുമ്മാ ചോദിച്ചോ, ഞാനിത് കഴുകിയിട്ട് തന്നെ വെച്ചാ. നീ ഇന്നലെ കഴുകിയല്ലേന്ന് അറിയണമല്ലോ. ഞാൻ കഴുകി വെച്ചേക്ക് തന്നെ. ഇതെപ്പോ തിളക്കും? അത് തിളക്കാൻ ഇച്ചിരി സമയം കൊടുക്കണം. ആ സമയം എടുത്ത് തിളക്കാം, അപ്പൊ തിളച്ചോളൂ. സമയം എടുത്താലും തിളക്കൂല. പിന്നെ തീ കത്തിക്കണം. ഇച്ചിരി പാടാണ് കേട്ടോ. ഞാൻ പിന്നെ എനിക്കറിയാം, നമ്മളിതൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണത്. വലിയ കാര്യമാണ്. എളുപ്പാന്ന് ഓരോരുത്തരുടെ വിചാരം.
മറിക്കണം എന്നുള്ളത് പഞ്ചസാര തൊട്ടിട്ട് പിന്നെ പഞ്ചസാര അതിനകത്ത് പിന്നെ തറയിലിടൂ. അപ്പൊ എനിക്ക് പഞ്ചസാര ഇല്ലാത്ത ചായ മതി. അങ്ങനെയാണെങ്കിലോ? ഇന്ന് പഞ്ചസാര ഇല്ലാതെ മനസ്സിൽ വിചാരിച്ചോണ്ടോ കുടിക്കണം. ആണോ? എനിക്കൊരു മധുരമില്ലാത്ത ചായ എന്ന് പറയുമ്പോൾ ഞാൻ മധുരമില്ലാത്ത കൊണ്ട് തന്നെ ഉണ്ടല്ലോ. പിന്നെ പലപ്പോഴും മധുരം ഭയങ്കര മധുരമായിട്ടാണ് കൊണ്ടുവരണം. ഓ ഇപ്പൊ തിളച്ച് കഴിയുമ്പോ ചായ ആവും. അവിടെ പോയി ഇരുന്നാൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. തിളച്ച് കഴിയുമ്പോ ചായ ആവൂല, ചായപ്പൊടി ഇട്ടാലേ ചായ ആവുള്ളൂ. ഇത് ചായപ്പൊടി ഞാൻ ഇടുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ചായ ഇടുമ്പോ ചായപ്പൊടി ഇടണം. ആര് പറഞ്ഞു? ചായപ്പൊടി ഇടുന്ന കാര്യം പറഞ്ഞില്ല. അതെ ആവശ്യമില്ലാത്ത കാര്യം. ചായപ്പൊടി ഞാൻ ഇതിലിടും, എനിക്കറിയാം. ക്ലീറ്റോ അങ്ങ് സമ്മതിച്ചേക്ക്. എന്നെ കൊണ്ട് ഇതിന് കഴിവില്ലാന്ന് അങ്ങ് സമ്മതിച്ചേക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ക്ലീറ്റോന് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ബെറ്റ് വെക്കുന്നു. അതെ ഇത്രയും ചെയ്യാൻ എനിക്കറിയാം. പാത്രം കഴുകിയിട്ടില്ല. നീ വലിയ ആളാവല്ലേ. നീ ആരോടി കളിയാക്കിട്ട് പോയെ? തങ്ക എന്നെ വാശി പിടിപ്പിച്ചാ. ഞാൻ വാശിയിൽ അങ്ങ് അറ്റമാണ് കേട്ടാ. അയ്യോ കയ്യോ. എന്നാ വാശിയാണ്. നിങ്ങൾക്ക് ഇന്ന് ഉച്ചത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഇന്ന് അടുക്കള കയറണില്ല. അതെ ഇന്ന് ഉച്ചക്കുള്ള മാത്രമല്ല, രാവിലത്തെ ഉച്ചക്കത്തെ വൈകുന്നേരത്തെ 3 നേരത്തെ ഞാൻ മാത്രം വേണോ ഡാഡി? എനിക്ക് വയ്യ കഴിക്കാൻ. എന്റെ പൊന്നുമോളെ, നിനക്ക് നിന്റെ അമ്മ ഉണ്ടാക്കണ ചളിച്ചതും പൊളിച്ചതും തിന്നാനേ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ ചളിച്ചതും പൊളിച്ചതും തിന്നാ നിങ്ങൾ ഇത്ര ആയത് കേട്ടോ. അയ്യോ നിവർത്തിയില്ലാതെ അത് തിന്ന് മിണ്ടാതെ ഇരുന്നതാണ് കുഴപ്പം. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ എന്തറിയാം? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടുക്കളയില്? എടീ അന്തസ്സായിട്ട് ഒരു വലിയ പാർട്ടി നയിച്ചു കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. ഈ രാഷ്ട്രീയം കൊണ്ടുപോകണ പോലെ തന്നെ ഈ പാചകം ഒരു കലയായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വളരെ സത്യസന്ധമായിട്ട് ചെയ്യാൻ പറ്റും. കല വീട് രാഷ്ട്രീയത്തിൽ കുറെ നുണ പറയാൻ പറഞ്ഞാൽ മതി. ഇതിനെ മേലാണെങ്കിൽ പണിയെടുക്കണം, നല്ലോണം വേർക്കണം. അയ്യോ ഭയങ്കര അധ്വാനം തന്നെ ഈ 4-3 ആഹാരം ഉണ്ടാക്കണതിന്. ഞാൻ കാണിച്ചു തരാം മോളെ. നിന്റെ വെല്ലുവിളി ഉണ്ടല്ലോ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. കാണാനൊന്നുമില്ല. പിന്നെ വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കണം. വാശിയൊക്കെ അങ്ങ് കളഞ്ഞേക്ക്, ഞാൻ ചെയ്തോളാം. സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കണ കഴിച്ചോണം. നീ എന്റെ അടുത്ത് എവിടെ പോയി? അത് ഈ രാഗി ആന്റി അവിടെ ഇല്ല. രാഗി എന്റെ അടുത്ത് എന്തിനു പോയതാ? എനിക്കും കൂടെ ചോറ് വെക്കണേന്ന് പറയും. എന്ത് ചെയ്യും? ഡാഡിയുടെ ചോറ് കഴിക്കും. ഇന്ന് ഡാഡിയുടെ ചോറ് മോക്കില്ല. മോളെന്തോ ഭയങ്കര അടിച്ചിട്ട് പോയല്ലോ. ഒന്ന് പോയല്ലോ. എന്നിട്ട് എന്ത് പറ്റി? നീ ഇന്ന് പട്ടിണി കിടന്നാൽ മതി. എടി പിന്നെ ഒരു ഉപകാരം ചെയ്യണം. ഈ അടുക്കള ഞാൻ ഒത്തിരി പരിചയക്കുറവുണ്ട്. അതുകൊണ്ട് ഓരോ സാധനങ്ങൾ എവിടെ ഇരിക്കണേ എന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതൊക്കെ പറഞ്ഞു തരാം. അത് പറഞ്ഞു തന്നാൽ ഞാൻ അതിന്റെ രീതിക്ക് ചെയ്തോളാം. ബാക്കി അരി അവിടെ ഇരിപ്പുണ്ട്. അതിന് മുമ്പായിട്ട് ഏപ്രൺ എവിടെ? എന്ത് സാധനം? ഏപ്രൺ അത് കലണ്ടറിലുണ്ടാവും. കലണ്ടറിൽ ഏപ്രിലിൽ. എല്ലാ വീട്ടിലും ഏപ്രം കെട്ടിയല്ല ഞാൻ എല്ലാ ദിവസവും അടുക്കളയിൽ. അതിന്റെ കുറവ് കാണാൻ. അതിന്റെ കുറവും കാണുന്നുണ്ട് ഇവിടെ. ബിസ്ക്കറ്റ് വല്ലതും ഉണ്ടോ? അവിടെ കറി വെക്കാൻ സാധനങ്ങളൊന്നും ഇല്ല. എനിക്കറിയാം. ഇന്നത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കാനാട്ടോ പറഞ്ഞത്. എന്താണ് ഇതിന്റെ ശരി? എന്തത്? ഇതെന്താ? ഇതെന്താണെന്ന് അറിയാമോ? അത് എന്തിനാണ് വെക്കണമെന്ന് അറിയാമോ? എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ചോറിന് മുടി കിടക്കണമെന്ന്. ഇങ്ങനത്തെ സാധനം വീഴാതിരിക്കാൻ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് താഴ്ന്നേ തുടങ്ങണം. ഇതൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഞാൻ സഹിച്ചു. പിന്നെ എന്നെ പോലുള്ളവനൊക്കെ എന്തുണ്ടാക്കി തന്നാലും ഒരു പരാതി ഇല്ലാതെ കഴിക്കുമല്ലോ. അതുകൊണ്ടാണ് നീ വഷളായി പോയത് കേട്ടോ. എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. എന്താ ചെയ്യാൻ പോണേ? അരി എവിടെയാണ്? അരി അവിടെ താഴെ ഇരിപ്പുണ്ടല്ലോ കലത്തില്. ഒരു 4 കലം ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ ഏത് കലത്തിലാണ്? അതിനകത്ത് ഉള്ളിൽ കൈയിട്ട് നോക്ക്. അരിയുള്ള കലം അരിക്കലം. ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് ചെയ്യാനാണെങ്കിൽ ഇപ്പൊ എനിക്കും പറ്റും. അതെ സാധനങ്ങൾ എവിടെ ഇരിക്കണമെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അതിലപ്പുറം ഒന്നും പറയണ്ട കേട്ടോ. അതാ പറഞ്ഞത്. അരി 4 കാലയിൽപ്പെട്ടെന്ന് വെച്ചാൽ അരി തപ്പി നോക്കി അറിയാൻ പാടില്ല അരിക്കല ഏതാണെന്ന്. അതിപ്പോ ഞാൻ ഇവിടെ വന്ന് കാണിച്ചു തരേണ്ട എന്തിനാ? പുതിയൊരാൾ ഒരു അടുക്കളയിൽ കയറുമ്പോൾ ഇങ്ങനെ ചില സംശയങ്ങളുണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്ത് തരണം. അതാ ഇപ്പുറത്തേക്ക് ഞങ്ങൾക്ക് പറയാൻ സൗകര്യം ഉണ്ടെങ്കിലേ പറഞ്ഞു തരുള്ളൂ. എന്നാ വേണ്ട, ഞാൻ കണ്ടെത്തിക്കോളാം. ചിലപ്പോൾ ഇച്ചിരി വൈകും ആഹാരം. ഞാൻ വൈകിയല്ലോ തരുന്നത്. ഒരു കാര്യം ചെയ്യാം. ഈ വീട്ടിൽ 3 ആളാണുള്ളത്. അരിയെ കൊണ്ടൊന്ന് ഒളിച്ചു വെക്കേണ്ട കാര്യമല്ലോ. കിട്ടി. ഇത് ഇടാനുള്ള പാത്രം ഇവിടെ ഒരു ചിലപ്പോ ഞാൻ കുടത്തിലിട്ടും കഴുകും. പാത്രം കാണാനിട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ആ പാലിലോട്ടിട്. പായസമായിട്ട് എടുക്കാം. അത്രയും കൊണ്ട് തമാശ വേണ്ട. പായസം വെക്കാൻ എനിക്കറിയാം. അത് രാത്രി ഉണ്ട്. ഞാൻ വെക്കണുണ്ട് കേട്ടോ. രാത്രി പായസം? രാത്രി പായസം ഉണ്ട്. കിടക്കണ വരുമ്പോ പായസം തന്നിട്ടേ കിടത്തുള്ളൂ. അരി വെക്കാൻ പോവാണെങ്കിൽ വെള്ളം വെക്കാദ്യം.
എന്റെ കർത്താവേ, എനിക്കറിയാം വെള്ളം വെച്ചിട്ടാണ് ഇത് ചെയ്യാനെന്നുള്ളത്. പിന്നെന്താ വെക്കാത്ത? അതെ, ചോറ് വെക്കുമ്പോൾ ചോറിന്റെ കൂടെ പാലാ സ്റ്റൈലിൽ ഒരു മീൻ കറി ആയാൽ ബുദ്ധിമുട്ടുണ്ടോ? മാങ്ങ ഇട്ടിട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ലല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാ മാങ്ങ എടുക്കും. മാങ്ങയില്ല. മാങ്ങ ഇല്ലേ? പിന്നെ എങ്ങനെ മീൻ കറി വെക്കും? മാങ്ങ പറിക്കണം. പറിക്കണോ? ഞാനെങ്ങനെയാ ചെയ്യണേ? മാങ്ങ പറിച്ചിട്ട് ഇവിടെ ഓരോന്നും ഉണ്ടാക്കണേ. മാങ്ങ പറിക്കണോ അല്ലേ? ഇനിയിപ്പോ പീറ്റുവിന്റെ ഒരു പിടിപാട് വെച്ച് ചിലപ്പോ പറിക്കേണ്ടി വരില്ല. നമ്മുടെ ഇവിടെ മാവുണ്ടല്ലോ, അതിന്റെ ചോട്ടി പോയിന്ന് മാങ്ങനെ വിളിച്ചാൽ മതി, ചിലപ്പോ ചടിപ്പോ. വലിയ തമാശ അടിക്കണ്ട, എനിക്കറിയാം അതേന്ന് മാങ്ങ പറിക്കാൻ കേട്ടാ. ഓ ആ, അതിന് ആദ്യം അരി അഴുതാക്ക്. അരി കിട്ടി. കർത്താവേ, എന്നെ കൺഫ്യൂഷൻ ആക്കല്ലേ. എനിക്കറിയാം ഞാൻ ഓരോന്നും ചെയ്യേണ്ട ഒരു ഓർഡർ എന്റെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതിനെ ഡിസോർഡർ ആക്കരുത് കേട്ടോ. അപ്പൊ ഈ അരി എന്താ ഇടണേ? ഇനി അരി ഇടേണ്ടത് എത്രയാണെന്ന് എന്റെ മനസ്സിലുണ്ട്. അത് സമയമാകുമ്പോ ഞാൻ വന്ന് അരി എടുത്തിടും. സമയമാവണമെങ്കിൽ ആദ്യം വെള്ളം വെക്കണ്ടേ? അതെ തങ്കം, എന്നെ നീ തെറ്റിക്കാൻ നോക്കണ്ട, കൺഫ്യൂഷൻ ആക്കണ്ട. ആദ്യം ഞാനൊരു മാങ്ങ പറിച്ചിട്ട് വരട്ടെ. മാങ്ങ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? മീൻകറി വെക്കണ്ടല്ലോ. മീൻകറി ഇല്ലെങ്കിൽ പിന്നെ എന്തിനു ചോറ് വെക്കണം? ചോറ് വെക്കണ്ടല്ലോ. മീൻകറി ഇല്ലെങ്കിൽ ആരും ചോറുണ്ണൂല. കറിയില്ലാതെ ചോറ് വെച്ചിട്ട് എന്ത് കാര്യം? വേറെ എന്തെങ്കിലും കറി വെക്കണം. അത് നമുക്ക് നോക്കാം. ആദ്യം മാങ്ങ കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. എന്റെ ക്ലീറ്റോ, സാധാരണ മനുഷ്യർ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി വെക്കാനുള്ള വെള്ളം സ്റ്റൗവിൽ വെക്കും. അത് തിളച്ച അവിടെ അരിയും കഴുകിയിട്ട് കഴിയുമ്പോഴത്തേനും എന്തെങ്കിലും പണി ചെയ്യാം. അത് സാധാരണക്കാര്. ഞാനൊരു പ്രമുഖൻ, എനിക്കറിയാം. ഞങ്ങളെ പാർട്ടിയിൽ ഓരോന്നിനും ഓരോ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ചിട്ടയ്ക്ക് ഞാനിത് ചെയ്തോളാം. ആദ്യം ഞാനൊരു മാങ്ങ പറിച്ചിട്ട് വരട്ടെ. ഒന്നിലും തുടരുത്, ശ്രദ്ധിച്ചോളണം. ആ, മാറിയില്ല. ഇങ്ങോട്ടാ പോകേണ്ടത്. ഇതിലെ കൂടി പോകാനുള്ളൂ. ഇതുവഴി പോയാലും മാവിന്റെ മുട്ടിൽ എത്താൻ പറ്റും. ഞങ്ങളുടെ വീട്ടിൽ ഇതുവഴിയും വഴിയുണ്ട്, അതുവഴിയും വഴിയുണ്ട്. ഞാൻ പക്ഷേ ഇതുവഴിയേ പോകുള്ളൂ. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതി. നിങ്ങൾ വളഞ്ഞ വഴിയേ പോകുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? പഴുത്ത മാങ്ങ എന്ന ഒരു പുളിശ്ശേരി കൂടെ. ഒരു മാങ്ങ മതിയാവൂല. ഞാൻ മാമ്പഴ പുളിശ്ശേരി ഇപ്പൊ വെക്കണ്ട. ഇതിപ്പോ മീൻകറിയിലിടാൻ ഇത്രയും മതി കേട്ടോ. മാമ്പഴ പുളിശ്ശേരി പച്ചമാങ്ങ കൊണ്ടല്ലല്ലോ വെക്കുന്നത്. അയ്യോ, എനിക്കറിയാം അത്. എന്ത് കഷ്ടം. ചോറുണ്ണണമെങ്കിൽ അരി കഴുകി ചോറ് വെക്കണം. അരി കഴുകാനാണ് ഞാനിപ്പോ പോണത്. അരി കഴുകാൻ അത് പറഞ്ഞില്ലല്ലോ. അരി കഴുകണതിന് മുമ്പ് വെള്ളം വെക്കണം. ഈ കുക്കർ എന്തിനകത്ത് വെച്ചാണ്? കുക്കർ എടുത്ത് മാറ്റ്. അതെനിക്കറിയാലോ, ഞാൻ മാറ്റി വെക്കുമല്ലോ. ഇനി അതിന്റെ പുറത്തേക്ക് കുക്കർ വെക്കണ സ്ഥലം ഇവിടെയല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാണ് എന്റെ പിറകെ ഇങ്ങനെ നടന്ന് ശല്യം ചെയ്യണം? ഞാൻ ഒന്ന് കോൺസെൻട്രേഷനോട് കൂടി ഒന്ന് ചെയ്തോട്ടെ. അരി കഴുകാൻ പാത്രം എടുത്തോ? അരി കഴുകാൻ ഇവിടെ പാത്രം ഇരിപ്പുണ്ട്. എവിടെ എവിടെ? ഇത് പാത്രമാണ്. അത്ര വലിയ പാത്രത്തിൽ അരി കഴുകണം എന്തിനത്? അതെന്താ വലിയ പാത്രത്തിലാണ്? അത് ഓടിക്കളയോ അരി? അതിനകത്തല്ല അരി കഴുകണത്. ഇന്ന് ഞാൻ ഇതിനകത്തെ കഴുകൂ. എനിക്ക് രണ്ട് നാഴി മതി. അതെ, ഇങ്ങനെ നക്കി പിടിച്ചിട്ടിട്ട് കാര്യമല്ല. ഇത് ഇടുമ്പോ കുറച്ച് വിരുന്നുകാർ വന്നാൽ എന്ത് ചെയ്യും? ചിലപ്പോ എന്റെ ആരെങ്കിലും വരുമെന്ന്. അരി തീർന്നുള്ളതും കൂടി നോക്കിക്കോ. അരി തീർന്നെങ്കിൽ നമുക്ക് വാങ്ങാം. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. മിണ്ടരുത്. അവിടെ കൊണ്ടുപോകും. അവിടെ കഴുകണം. അവിടെ വെച്ചല്ല. അതെ, ഞാൻ എന്റേതായ രീതിക്ക് കഴുകും. ഞാൻ എന്റേതായ രീതിക്ക് വേവിക്കും. അത് എന്നെ ശല്യം ചെയ്തു ദൈവം. കഴുകണ വെള്ളം അവിടെയല്ലേ? ഇത് കഞ്ഞി വെക്കാനും കറി വെക്കാനും കോരി കൊണ്ടുവന്ന് വെച്ചേക്കണ വെള്ളമാ. ഞാനേ ഒന്ന് സ്വസ്ഥമായിട്ട് ഇത് ചെയ്തോട്ടെ. അമ്മ മോളും കൂടെ അങ്ങനെ പിറകെ നിൽക്കണം. മനുഷ്യനെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിൽ അങ്ങോട്ട് അടച്ചു വെക്കട്ടെ. മാറിക്കേ. മീൻ അവിടെ ഇരുന്ന് ചെയ്യണം. എനിക്കറിയാം, മീനിന്റെ മണം എന്റെ മൂക്കിൽ വരണുണ്ട്. ശരിയാക്ക്. പിന്നെ അരി ചെയ്യും. അതവിടെ ഇരിക്കട്ടെ. വെള്ളം വെക്ക് അരി വെക്കാനായിട്ട്. ഞാനേ ആദ്യം മാങ്ങ ചെത്താൻ പോകണം. മാങ്ങ ചെത്തിയിട്ട് അരിക്ക് വെള്ളം വെക്കുള്ളൂ. അരി വെച്ചിട്ട് മാങ്ങ ചെത്തുന്ന? മാങ്ങ ചെത്തിയിട്ട് അരിക്ക് വെള്ളം വെച്ചാൽ എന്താണ്? അത് തിളയ്ക്കൂലേ? അങ്ങനെ അഹങ്കാരമാണെങ്കിൽ എനിക്കറിയണമല്ലോ. പിന്നെ ഇതെന്താ? അത് തേങ്ങയല്ല, മാങ്ങയാ. അയ്യോ, അതെനിക്ക് അറിയാം. ഇതിട്ട് മുറിച്ചാലും മാങ്ങ മുറിയും. എന്തിനാ ഇതിട്ട് മുറിക്കണേ? കത്തി കൊണ്ടല്ലേ സാധാരണ മനുഷ്യര്? കത്തി കൊണ്ട് മുറിക്കാം, ഇതുകൊണ്ട് മുറിക്കാം. ഒരു സാധനം ഒന്നും ചെയ്യാൻ. കോടാലി എടുത്ത് വെട്ടിപ്പൊളിക്കണം. അയ്യോ, ഞാൻ എന്തേലും ചെയ്തോളാം. തിരിച്ചാ കത്തി പിടിച്ചേക്കണേ. എനിക്കറിയാം കത്തി എങ്ങനെ പിടിക്കണമെന്നുള്ളത്. അതെ, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരാൻ പറ്റുമോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആവശ്യം എല്ലാം ആവുമ്പോ അവിടെ കൊണ്ടുവച്ച് നിങ്ങളെ വിളിച്ചാൽ. തങ്കം, എന്റെ പേഴ്സണൽ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു ഓർഡർ ഉണ്ട്. അത് ഞാൻ ചെയ്യും. നിങ്ങൾ ആവശ്യമില്ലാതെ ഇടപെടരുത്. അങ്ങോട്ട് സമാധാനമായിട്ട് എന്തെങ്കിലും ചെയ്യാം. ആദ്യം അല്ലെങ്കിൽ മീൻ എടുക്കാം. മീൻ
അയ്യോ എന്താ ക്ലീറ്റോ? നോക്കട്ടെ നോക്കട്ടെ ആ വെള്ളം എടുത്ത ആനക്കാട് പിടിക്കുന്നു നോക്കട്ടെ. കഴുക് വേണ്ട വേണ്ട. എന്താന്ന് ഈ കൈ മുറിഞ്ഞ നിങ്ങൾ എന്തിനാ ഉണ്ടെന്നേ? കൈയും കാലും ഒന്നല്ലേ ഒരുമിച്ചല്ലേ പറഞ്ഞത്? മുള്ളു തന്നെയാണോ കൊണ്ടത്? പിന്നെ മുള്ളല്ലാതെ നീ എന്തിന് ഇത്ര വലിയ മീൻ മേടിച്ച വാള? മുള്ളു കൊണ്ടുതന്നെയാണ് ഇങ്ങനെ കാണിക്കണേ. അതെ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുക മുള്ളു. നോക്കട്ടെ നോക്കണ്ട നോക്കല്ലേ. നോക്കട്ടെ മുള്ളില്ലേ? മുള്ളുണ്ട്. തന്റെ കളിക്കരുത്. അത് മുള്ളു വേണ്ട വേണ്ട വേണ്ട. എന്തൊരു വേദന. ഈ വാള മീനല്ലാതെ വേറൊരു മീനും കിട്ടിയില്ല. നിനക്ക് ചെറിയ മീനും അല്ലായിരുന്നു. വാള ഇതിനു മുമ്പ് ഇവിടെ മേടിച്ചിട്ടുണ്ടല്ലോ. ഞാൻ മുറിച്ചിട്ടില്ലല്ലോ. അതെ വേദന. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ? എന്ത് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കുമല്ലോ അല്ലേ? ഞാൻ ഒരുമാതിരിയൊക്കെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ആണോ? മീൻ വെട്ടി കഴിഞ്ഞോ? മീൻ വെട്ടിക്കൊണ്ടിരുന്ന പോലെ കയ്യിൽ മുള്ളും ഉണ്ടായ. ചോറായോ? ചോറിന്റെ അരി കഴുകി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. മാങ്ങ അരിഞ്ഞോ? അതെങ്ങനെ മാങ്ങാരിയും? ഈ മുള്ളു കൊണ്ടിരിക്കുന്ന കഴിവ് ഞാൻ എങ്ങനെ മാങ്ങാരിയും എന്ന് പറയും? അത് പറ്റില്ല. അത് പറ്റില്ല. ഇതിനൊക്കെ മുമ്പ് വേറൊരു സാധനം ചെയ്യാൻ പോയല്ലോ, ചായ. അതിട്ടായിരുന്നോ? അത് ഒരു മുള്ളു കൊണ്ടിട്ട് വേദന സഹിക്കാൻ പറ്റണില്ലല്ലോ നിങ്ങൾക്ക്. ഇതൊന്ന് നോക്കിക്കേ, കണ്ടോ? ഓരോ ദിവസം അടുക്കളയിൽ കയറുമ്പോ പൊള്ളണതാ. ഇപ്പൊ മനസ്സിലായോ അടുക്കളയിൽ എന്താ പണിയെന്നുള്ളത്? അവിടെ നോക്കിയേ, ഞങ്ങൾ പെണ്ണുങ്ങളെ അവിടെ കസേരയിട്ട് അങ്ങിരുന്ന് റെസ്റ്റ് എടുക്കുകയല്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഞങ്ങൾക്ക് മടുക്കാത്തത് എന്താണെന്നറിയാമോ? ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളുടെ കുഞ്ഞിനും ഞങ്ങളുടെ ഭർത്താവിനും വേണ്ടിയാണല്ലോ എന്ന് ഓർക്കണത് കൊണ്ടാ. എന്നിട്ടോ ഈ ജോലിക്ക് മാത്രം ശമ്പളവും ഇല്ല, റെസ്റ്റും ഇല്ല, അഭിനന്ദനവും ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ മാടുകളെ പോലെ തന്നെ പണി തന്നെ അല്ലേ? അത് പ്രവർത്തിക്കണമെങ്കിലേ നിങ്ങളുടെയൊക്കെ സ്നേഹവും കൈത്താങ്ങും ഒക്കെ വേണം. അതിനൊരൊറ്റ പേരുണ്ട്, പറയട്ടെ? അമ്മ അല്ലെങ്കിൽ ഭാര്യ. തരാൻ പറ്റുമോ? ആദ്യം പറഞ്ഞതേ. സോറി. versus Alien.